CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ നിലപാടുകളെ തള്ളി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ ശൈലജ ടീച്ചറും പി ശ്രീമതി ടീച്ചറും വിഴിഞ്ഞം MDയെ മാറ്റിയത് സംസ്ഥാന സർക്കാരിന്റെ സ്വാഭാവിക നടപടി മാത്രമെന്ന് CPM നേതാക്കൾ. ദിവ്യ എസ് അയ്യരെ പിന്തുണച്ച് കെ രാഗേഷ് രംഗത്ത് വരുന്നതെന്തിനെന്ന് CPMനുള്ളിലും ചോദ്യമുയരുന്നു. വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതികരണം നടത്തുകയും ദിവ്യ എസ് അയ്യരെ പുകഴ്ത്തി പരസ്യമായി പ്രതികരിക്കുകയും ചെയ്ത CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെതിരെ CPMനുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രമുഖ CPM നേതാക്കൾ വിമർശനമുയർത്തി പരസ്യമായി രംഗത്ത് വന്നതോടെ CPMനുള്ളിലെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം കൂടിയാണ് പരസ്യമായി പുറം ലോകത്തെത്തിയത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. മുൻ ആരോഗ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ കെ ശൈലജ ടീച്ചർ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ദിവ്യ എസ് അയ്യരെ മാറ്റിയ നടപടിയിൽ പ്രതിഷേധം ഉയർത്തേണ്ടുന്ന ആവശ്യമില്ലെന്നാണ് ശൈലജ ടീച്ചർ തുറന്നടിച്ചത്. പുതിയ സർക്കാർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൽ പാർട്ടി നേതാക്കൾ പക്ഷം പിടിച്ച് സംസാരിക്കേണ്ടതിന്റെ ആവശ്യമില്ലെന്നായിരുന്നു ശൈലജ ടീച്ചറുടെ നിലപാട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വാദങ്ങളെ തള്ളിക്കൊണ്ട് ശൈലജ ടീച്ചർ നടത്തിയ വിമർശനം ഒരു വിഭാഗം CPM നേതാക്കളെ ഞെട്ടിച്ചിട്ടുണ്ട്. ശൈലജ ടീച്ചറുടെ നിലപാടുകളെ പിന്തുണച്ചും കെ രാഗേഷിന്റെ വാദങ്ങളെ തള്ളിയും മുൻ മന്ത്രിയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ശ്രീമതിയും രംഗത്ത് വന്നിട്ടുണ്ട്. നടപടി സ്വാഭാവികമാണെന്നാണ് ശ്രീമതി ടീച്ചറുടെ പ്രതികരണം. അതിൽ അസ്വാഭാവികത കാണേണ്ടതില്ലെന്നാണ് ശ്രീമതിയുടെ നിലപാട്. ഉദ്യോഗസ്ഥരെ സർക്കാർ മാറി വരുമ്പോൾ സാധാരണ മാറ്റാറുണ്ടെന്നായിരുന്നു വിശദീകരണം. കെ രാഗേഷിന്റെ പ്രസ്താവനയിൽ വ്യക്തതയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. നടപടിയിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുന്നെങ്കിൽ അദ്ദേഹം അത് വിശദീകരിക്കട്ടെ എന്നും അവർ പറഞ്ഞു. ദിവ്യ മികച്ച ഉദ്യോഗസ്ഥയെന്നും ഏത് സർക്കാരായാലും സത്യസന്ധമായി പ്രവർത്തിക്കുമെന്നും ശ്രീമതി പറഞ്ഞു. എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ സർക്കാരുകൾ മാറുമ്പോൾ ഉണ്ടാകുന്നതാണെന്നും അവർ പറഞ്ഞു. അത് വിവാദമാക്കേണ്ടതില്ലെന്നും ശ്രീമതി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവനയിലും വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച ശ്രീമതി വിഴിഞ്ഞം MD സ്ഥാനം മാത്രം എന്തിന് ചർച്ചയാക്കണമെന്നും ചോദിച്ചു. ഹെൽത്ത് സർവീസ് ഡയറക്ടറെ മാറ്റിയത് ചർച്ചയാക്കിയില്ലല്ലോ എന്നും അവർ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കൂടുതൽ പറയിപ്പിക്കരുത് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കണമെന്ന് പി ശ്രീമതി തുറന്നടിച്ചു. അതേസമയം ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് നീക്കിയത് അദാനിക്ക് വേണ്ടിയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ രാഗേഷും ഒപ്പമുള്ളവരും. വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്നും ദിവ്യയെ മാറ്റാൻ പലതവണ അദാനി കമ്പനി ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ അതെല്ലാം തടയുക തന്നെയായിരുന്നു. ദിവ്യ എസ് അയ്യർ MD ആയിരിക്കെ അദാനി കമ്പനിക്കെതിരെ തുറമുഖ കമ്പനി 15 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. ആ വിധത്തിൽ കമ്പനിയുടെ കണ്ണിലെ കരടായി മാറിയ ദിവ്യ എസ് അയ്യരെ സതീശൻ സർക്കാർ തിരക്ക് പിടിച്ച സ്ഥലം മാറ്റുകയായിരുന്നു. ആ നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു കെ രാഗേഷിന്റെ വിമർശനം. രാഗേഷിന്റെ വാക്കുകളിൽ വ്യക്തതയില്ലെന്ന് CPM നേതാക്കൾ തന്നെ തുറന്നടിച്ച സാഹചര്യത്തിൽ ദിവ്യ എസ് അയ്യരെ ചൊല്ലി CPMനുള്ളിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇതിനു മുമ്പ് വിമത നേതാക്കളോട് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും വിമർശിച്ച് CPM നേതാവ് EP ജയരാജനും രംഗത്തു വന്നിരുന്നു. കണ്ണൂരിലെ CPM നേതൃത്വത്തിൽ ഉയരുന്ന ഈ വിധം അപസ്വരങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ സവിശേഷ പ്രാധാന്യമാണുള്ളത്.